ഒരു മനുഷ്യൻ മറ്റൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് മനോഹരമാണ്. പക്ഷേ ആ സ്നേഹം അതിരുകൾ കടന്ന് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും ജീവിതത്തെയും വിഴുങ്ങുന്ന ഒരു ഭ്രാന്തായി മാറിയാലോ? ആ ചോദ്യം ഭയാനകമായി അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഒബ്സെഷൻ. കഥ തുടങ്ങുന്നത് ബിയർ എന്ന യുവാവിലൂടെയാണ്. അവന്റെ മുന്നിൽ നിൽക്കുന്നത് നിക്കി. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയം ഒടുവിൽ തുറന്നു പറയാൻ ബിയർ തീരുമാനിച്ചിരിക്കുകയാണ്. അവൻ പതിയെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, എപ്പോഴും എൻ്റെ മനസ്സിൽ നിറയുന്നത് നീയാണ്. ഏത് പാട്ട് കേട്ടാലും ആദ്യം ഓർമ്മ വരുന്നത് നിന്റെ മുഖമാണ്. എൻ്റെ മുത്തശ്ശി മരിച്ച ശേഷം ഞാൻ ഈ നഗരത്തിൽ തനിച്ചായപ്പോൾ എനിക്ക് കൂടെ ഉണ്ടായിരുന്നത് നീ മാത്രമായിരുന്നു. എൻ്റെ സന്തോഷവും സങ്കടവും ചോദിച്ച് എൻ്റെ ജീവനോടെ നിർത്തിയത് നീയാണ്. അതുകൊണ്ട് ഇനി മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല. നിക്കി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. ഇത്രയും ഹൃദയത്തിനുള്ള വാക്കുകൾ കേട്ടിട്ടും നിക്കിയുടെ മുഖത്ത് ചിരി വിരിയുന്നു. ചിരിക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ചിരി അടക്കാൻ അവൾക്കാവുന്നില്ല. അപ്പോഴാണ് അറിയുന്നത് ഇതൊരു യഥാർത്ഥ പ്രപ്പോസൽ ആയിരുന്നില്ല. ബിയറിന്റെ അടുത്ത സുഹൃത്തായാലും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ ജോലി ചെയ്യുന്ന കടയിലെ ഒരു സപ്ലയർ ലേഡിയുടെ മുന്നിൽ വെച്ച് നിക്കിയോട് പ്രണയം തുറന്നു പറയാൻ ബിയർ പരിശീലനം നടത്തിയതായിരുന്നു. ബിയറിന്റെ ഡയലോഗ് കേട്ട ഉടൻ അലൻ പൊട്ടിച്ചിരിച്ചു. എടാ, ഇതെന്താ സിനിമയിലെ പഴയകാല ഡയലോഗുകളോ? ഇതൊക്കെ കേട്ടാൽ ഇന്നത്തെ പെൺകുട്ടികൾ പ്രണയിക്കില്ല, നേരെ ഓടിപ്പോകും. നാണം കൊണ്ട് ബിയർ തലകുനിച്ചു. കാരണം നിക്കിയെ കാണുമ്പോഴെല്ലാം അവന്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോകും. അവളോട് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു ബിയർ. അപ്പോഴാണ് അലൻ ഒരു ഐഡിയ പറയുന്നത്. പണ്ടെല്ലാവരും അവളെ ഫ്രീക്കി നിൽക്കുന്ന കളിയാക്കി വിളിക്കുമായിരുന്നില്ലേ? ആ പേരൊന്ന് വിളിച്ചാൽ മതി. അവൾ ദേഷ്യപ്പെട്ട് നിന്റെ അടുത്തേക്ക് വരും. അപ്പോൾ കിട്ടുന്ന അവസരത്തിൽ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ മതി. പക്ഷെ ബിയർ ഉടൻ തന്നെ നിരസിച്ചു. വേണ്ട, ആ പേര് അവൾക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ അവളെ വിഷമിപ്പിക്കില്ല. സുഹൃത്തിന്റെ ഈ ആത്മാർത്ഥത കണ്ട അലൻ വീണ്ടും മറ്റൊരു വഴി പറഞ്ഞു. ഇന്ന് രാത്രി എല്ലാവരും പാർട്ടിക്ക് പോകുന്നുണ്ട്. അവിടെയെങ്കിലും ഒരവസരം കിട്ടും. എന്തു വന്നാലും ഇന്ന് തന്നെ നീ അവളോട് കാര്യം തുറന്നു പറയണം. ബിയർ ചെറുതായി തലകുലുക്കി. എന്നാൽ ഉള്ളിൽ ഇപ്പോഴും ഭയമായിരുന്നു. അന്ന് വൈകുന്നേരം അവൻ വീട്ടിലെത്തിയപ്പോൾ അവനെ കാത്തിരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്നായിരുന്നു. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ച നിലത്ത് ജീവനില്ലാതെ കിടക്കുകയായിരുന്നു. അറിയാതെ ഉറക്കുകുളികൾ കഴിച്ചതിനാൽ അത് മരിച്ചിരുന്നു. ആ കാഴ്ച ബിയറിനെ തകർത്ത് കളഞ്ഞു. പൂച്ചയെ കൈകളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് കുറേ നേരം അവൻ കരഞ്ഞു. കാരണം ആ വീട്ടിൽ അവൻ സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് ആ ചെറിയ ജീവനായിരുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അതിനെ പുറത്തു കൊണ്ടുപോയി അടക്കം ചെയ്തു. ആ ദുഃഖത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. വിളിക്കുന്നത് നിക്കിയായിരുന്നു. ബിയർ, പാർട്ടിക്ക് വരാത്ത എന്താ? വേദന മറച്ചു വെച്ച് ബിയർ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, മനസ്സിന് കുറച്ച് വിഷമമുണ്ട്. പക്ഷെ നിക്കി അതൊന്നും സമ്മതിച്ചില്ല. ഇല്ല, നീ വന്നേ പറ്റൂ. ഇന്നൊരു ഗെയിം കളിക്കാനുണ്ട്. നീ ഇല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കില്ല. ബിയർ വീണ്ടും നിരസിക്കാൻ ശ്രമിച്ചു. അതേസമയം ഫോണിന്റെ മറുവശത്ത് നിന്ന് നിക്കി പെട്ടെന്ന് നിലവിളിച്ചു. അയ്യോ! ഭയന്ന് ബിയർ ചോദിച്ചു, എന്ത് പറ്റി? ചെറിയ ആശ്വാസത്തോടെ നിക്കി പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ നെക്ലേസ് കാണുന്നില്ല. അത് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ച ശേഷം ബിയർ കുറച്ചു നേരം ആലോചിച്ചു. പാർട്ടിക്ക് പോകാം, അതോടൊപ്പം നിക്കിക്ക് നല്ലൊരു നെക്ലേസ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ അവനൊരു വിചിത്രമായ പഴയ കടയിലേക്ക് പോയി. അപ്പോൾ അവൻ സ്വപ്നത്തിൽ പോലും അറിഞ്ഞിരുന്നില്ല ആ കട അവൻ്റെ ജീവിതം മാത്രമല്ല നിക്കിയുടെ ജീവിതവും എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുന്ന സ്ഥലമാണെന്ന്. വിചിത്രമായ പുരാവസ്തുക്കളും അപൂർവമായ ശേഖരങ്ങളും നിറഞ്ഞ ആ കടയിലേക്ക് ബിയർ പതിയെ നടന്നു കയറി. സാധാരണ ഗിഫ്റ്റ് ഷോപ്പ് പോലെ തോന്നുമെങ്കിലും അവിടെയുള്ള ഓരോ വസ്തുവിന് പിന്നിൽ ഓരോ കഥകളുണ്ടെന്ന് തോന്നൽ. നിക്കിക്ക് നഷ്ടമായ നെക്ലേസിന് സമാനമായ ഒന്ന് വാങ്ങാനായിരുന്നു ബിയർ ആദ്യം തീരുമാനിച്ചത്. കുറച്ചു നേരത്തെ തിരച്ചിലിന് ശേഷം അതേ രൂപത്തിലുള്ള കല്ലുകൾ പതിച്ച നിരവധി നെക്ലേസുകൾ അവൻ കണ്ടു. അവയിലൊന്ന് എടുക്കാൻ ശ്രമിച്ചപ്പോൾ കടയിലെ സെയിൽസ് ഗേൾ അവനെ തടഞ്ഞു. സാർ, ഇതൊരു സാധാരണ നെക്ലേസ് അല്ല. ഓരോ കല്ലിനും ഓരോ ശക്തിയുണ്ട്. ഇത് ധരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അവൾ വളരെ ഗൗരവത്തോടെയായിരുന്നു ഇത് പറഞ്ഞത്. പക്ഷെ ബിയർ അതെല്ലാം കേട്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. അവന് വേണ്ടത് ഒരു സാധാരണ സമ്മാനം മാത്രമായിരുന്നു. അതുകൊണ്ട് അവൻ നെക്ലേസ് മാറ്റിവെച്ച് മറ്റെന്തെങ്കിലും നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ചെറിയ മരപ്പെട്ടി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു, വൺ വിഷ് വില്ലോ. ആ പേര് തന്നെ അവനിൽ കൗതുകമുണർത്തി. ഇതെന്താണ്? അവൻ ചോദിച്ചു. സെയിൽസ് ഗേൾ പതിയെ ആ പെട്ടി കയ്യിലെടുത്തു. ഇതിനുള്ളിലെ ചെറിയൊരു മരക്കം പൊടിക്കുന്ന സമയത്ത് മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം ചിന്തിക്കണം. ആ ആഗ്രഹം ഒരിക്കൽ മാത്രം സഫലമാകുമെന്നാണ് വിശ്വാസം. ബിയർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ കാലത്തും ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ടോ? പക്ഷെ സെയിൽസ് ഗേൾ ചിരിച്ചില്ല. അവൾ ഗൗരവത്തോടെ ഒരു മുന്നറിയിപ്പ് നൽകി. സാർ, ഇത് വാങ്ങുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ പിന്നീട് പരാതിയുമായി വരരുത്. ഇതിന്റെ ഫലം എന്തായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും. ആ മുന്നറിയിപ്പിന് അന്ന് ബിയർ വലിയ വില നൽകിയില്ല. ഇതെനിക്കല്ല, എൻ്റെ ഗേൾഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാണ്. അതും പറഞ്ഞ് അവൻ ആ പെട്ടി വാങ്ങി കടയിൽ നിന്നും പോയി. അല്പസമയത്തിനകം അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എല്ലാവരും സംഗീതത്തിനൊപ്പം ആഘോഷത്തിന് ആവേശത്തിലായിരുന്നു. പക്ഷേ ബിയറിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം, ഇന്ന് എന്ത് വന്നാലും എൻ്റെ പ്രണയം തുറന്നു പറയണം. അവൻ ധൈര്യം സമ്പാദിച്ച് നിക്കിയുടെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും നിക്കി ഡ്രിങ്ക്സ് വാങ്ങാൻ കൗണ്ടറിലേക്ക് പോവുകയായിരുന്നു. വാ, നമുക്ക് ഒരുമിച്ച് പോകാം. അത് കേട്ടപ്പോൾ ബിയറിൻ്റെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇതാണ് തനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമെന്ന് അവൻ കരുതി. രണ്ടുപേരും ഒരുമിച്ച് കൗണ്ടറിന് മുന്നിൽ നിന്നു. ഓർഡർ നൽകിയ ശേഷം ബിയർ ധൈര്യം സംഭരിച്ച് സംസാരിച്ചു തുടങ്ങി. നിക്കി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൻ വാക്കുകൾ തുടരും മുമ്പേ, സർ, കാർഡാണോ ക്യാഷാണോ? വേറൊരു ചോദ്യം. ആ മനോഹര നിമിഷം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടമായി. ബില്ലടച്ച് അവർ വീണ്ടും തിരിഞ്ഞു. ബിയർ വീണ്ടും ശ്രമിച്ചു. നിക്കി, ഞാൻ പറയാൻ വന്നത്. അപ്പോഴാണ് പിന്നിൽ നിന്ന് അലൻ്റെ ശബ്ദം. എടാ, ഒരു കാര്യം അറിയാവോ? വീണ്ടും അവസരം നഷ്ടമായി. ബിയറിന് ദേഷ്യം വന്നെങ്കിലും ഒന്നും പറയാനില്ല. അലൻ തൻ്റെ കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞ് അലൻ പോയതോടെ നിക്കി ബിയറിനെ നോക്കി ചോദിച്ചു,
അല്ല, നീ എന്തോ എന്നോട് പറയാൻ വന്നല്ലോ. അവസാനം അവന് അവസരം കിട്ടി. പക്ഷേ ഇത്ര നേരം ധൈര്യം കൂട്ടി വെച്ചിരുന്ന അവൻ്റെ മനസ്സ് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് തളർന്നു പോയി. അവൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് ഒന്നുമില്ല. അത്രയും നാൾ പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ വീണ്ടും അവൻ്റെ മനസ്സിനുള്ളിൽ തന്നെ കുടുങ്ങി. അപ്പോഴേക്കും അവരുടെ സുഹൃത്തായ സാറയും അവിടെ എത്തി. നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ മാത്രം നിൽക്കുന്നത്? വാ, എല്ലാവരെയും കൂടി ആഘോഷിക്കാം. പാർട്ടി വീണ്ടും സജീവമായി. സംസാരത്തിനിടയിൽ സാറ് പെട്ടെന്ന് ബിയറിനോട് ചോദിച്ചു, നിന്റെ പൂച്ച എങ്ങനെയുണ്ട്? ഒരു നിമിഷം ബിയറിൻ്റെ മുഖം മങ്ങി. അത് ഇന്ന് മരിച്ചു. അത് കേട്ട് സാറ് ഉടൻ തന്നെ അവനെ ആശ്വസിപ്പിച്ചു. സാരമില്ല, ജീവിതത്തിലെ ചില നഷ്ടങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിയറിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. രാത്രി വൈകിയപ്പോൾ പാർട്ടി അവസാനിച്ചു. എല്ലാവരും വീടുകളിലേക്ക് മടങ്ങാൻ തയ്യാറായി. അപ്പോഴാണ് നിക്കി അലനോട് ചോദിച്ചത്, എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? പക്ഷേ അലൻ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ആ അവസരം ബിയർ നഷ്ടപ്പെടുത്തിയില്ല. ഞാൻ കൊണ്ടുപോയാക്കാം. ആ വാക്ക് കേട്ടപ്പോൾ നിക്കി പുഞ്ചിരിച്ചു. കാറിൻ്റെ എഞ്ചിൻ പതിയെ സ്റ്റാർട്ടായി. പാർട്ടിയുടെ ബഹളത്തിൽ നകന്ന നഗരത്തിലെ വിജനമായ റോഡിലൂടെ ബിയറും നിക്കിയും യാത്ര തുടങ്ങി. അല്പനേരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. പിന്നീട് നിശബ്ദത ഭേദിച്ചത് നിക്കിയായിരുന്നു. ബിയർ, എനിക്ക് ജോലി അധികം നാൾ ചെയ്യാൻ തോന്നുന്നില്ല. സ്റ്റിയറിംഗിൽ നിന്ന് കണ്ടെടുക്കാതെ ബിയർ ചോദിച്ചു. അതെന്താ? ഒരു ചെറു പുഞ്ചിരിയോടെ നിക്കി പറഞ്ഞു, എനിക്ക് എഴുത്തുകാരിയാവണം, പ്രണയകഥകൾ എഴുതണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ വാക്കുകൾ കേട്ട് ബിയറിൻ്റെ മുഖത്ത് അറിയാതെ ഒരു ചിരി വിരിഞ്ഞു. അതാണ് നിന്റെ സ്വപ്നമെങ്കിൽ അതിനുവേണ്ടി പോരാടണം. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് നിന്റെ ജീവിതം കളയരുത്. ബിയറിൻ്റെ മറുപടി കേട്ട് നിക്കിയുടെ കണ്ണുകളിൽ ചെറിയൊരു സന്തോഷം തെളിഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ ബിയർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കായ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ നിക്കിയുടെ മുഖം കൗതുകം കൊണ്ട് നിറഞ്ഞു. ശരിക്കുമോ? എന്താ അത്? ഇപ്പോൾ തന്നെ കാണിക്കൂ. ബിയർ ചിരിച്ചു. ഇല്ല, ശരിയായ സമയത്ത് തരാം. നിക്കി കുഞ്ഞുങ്ങളെപ്പോലെ മുഖം വീർപ്പിച്ചു. നിന്നെക്കൊണ്ട് ഒരു സർപ്രൈസ് ഒളിപ്പിക്കാൻ പറ്റില്ല. ഇരുവരും ചിരിച്ചു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ നിക്കി വീണ്ടും സംസാരിച്ചു. ബിയർ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. സാറയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയാമോ? ആ ചോദ്യം കേട്ടപ്പോൾ ബിയർ ഒന്ന് ഞെട്ടി. എന്താ? അവൾ പലപ്പോഴും നിന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് അവൾക്ക് നിന്നോടൊരു ക്രഷ് ഉണ്ടെന്നാണ്. ചെറുതായി ചിരിച്ചുകൊണ്ട് ബിയർ മറുപടി പറഞ്ഞു. എനിക്ക് സാറ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. അതിനപ്പുറം ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ മറുപടി കേട്ടപ്പോൾ നിക്കി ആശ്വാസത്തോടെ തലകുലുക്കി. അപ്പോഴേക്കും അവളുടെ വീടെത്തിയിരുന്നു. കാറിൽ നിന്നിറങ്ങി നിക്കി ബിയറിനെ നോക്കി കൈവീശി. ബിയറിന് തിരികെ കൈവീശി. പക്ഷേ അലൻ പറഞ്ഞ കാര്യം ഇപ്പോഴും അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അവളെ നോക്കി അവൻ വിളിച്ചു, ഹേയ് ഫ്രീക്കി നിക്കി. ആ വാക്ക് കേട്ടതും നിക്കി പെട്ടെന്ന് തിരിഞ്ഞു. അവളുടെ മുഖത്തെ ചിരി അപ്രത്യക്ഷമായി. അവൾ ഓടി വന്ന ബിയറിൻ്റെ മുന്നിൽ നിന്നു. ആ പേര് എനിക്കിഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? ബിയർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചുമ്മാ വിളിച്ചതാ. കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്ന നിക്കി പെട്ടെന്ന് അവനോട് ചോദിച്ചു, സത്യം പറയൂ ബിയർ, നിനക്കെന്നെ ഇഷ്ടമാണോ? സമയം ഒരു നിമിഷം നിശ്ചലമായതുപോലെ അവന് തോന്നി. ഇത്രയും നാൾ അവളോട് ചോദിക്കാൻ അവൻ മാറ്റിവെച്ച ചോദ്യം ഇപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചിരിക്കുന്നു. ബിയറിൻ്റെ ഹൃദയം നെഞ്ചിനുള്ളിൽ ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. ഇതാണ് അവസരം. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും പറയാൻ കഴിയില്ല. മനസ്സ് അവനോട് പറയുകയായിരുന്നു. പക്ഷേ ഭയം വീണ്ടും ജയിച്ചു. അവനൊരു ചെറിയ ചിരിയോടെ പറഞ്ഞു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു നിമിഷം നിക്കിയുടെ കണ്ണുകൾ തെളിഞ്ഞു. പക്ഷെ ബിയർ ബാക്കി പറഞ്ഞു, ഒരു നല്ല സുഹൃത്തായി, ഒരു സഹോദരിയെപ്പോലെ. ആ വാക്കുകൾ കേട്ടതും നിക്കിയുടെ മുഖത്തെ സന്തോഷമില്ലാതായി. അവൾ നിർബന്ധിച്ച് ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. ഓ, അത്രയേ ഉള്ളല്ലേ? അത്രമാത്രം പറഞ്ഞ് അവൾ വീടിനുള്ളിലേക്ക് തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് ബിയറിന് തൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം മനസ്സിലായത്. സ്റ്റിയറിംഗിൽ കൈകൊണ്ട് ശക്തിയായി അടിച്ച് അവൻ സ്വയം പറഞ്ഞു, എന്തൊരു മണ്ടനാണ് നീ. ഇത്രയും നാളായി കാത്തിരുന്ന അവസരം കയ്യിൽ കിട്ടിയിട്ടും സത്യം പറയാൻ പോലും നിനക്ക് ധൈര്യം ഉണ്ടായില്ല. സ്വന്തം ഭീരുത്വത്തോട് അവന് തന്നെ വെറുപ്പ് തോന്നി. അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ കാറിലെ സീറ്റിൽ കിടന്നിരുന്ന ആ ചെറിയ മരപ്പെട്ടിയിലേക്ക് പതിഞ്ഞത്. വൺ വിഷ്വിലോ, ആ കടയിൽ നിന്ന് വാങ്ങിയ ആ വിചിത്ര വസ്തു. സെയിൽസ് ഗേൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ചിന്തിച്ചുകൊണ്ട് ഈ കൊമ്പൊടിച്ചാൽ അത് യാഥാർത്ഥ്യമാകും. ബിയർ പതിയെ ആ പെട്ടി തുറന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ചെറിയ മരക്കൊമ്പ് കയ്യിലെടുത്തു. കണ്ണുകളടച്ച് മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം, ഈ ലോകത്ത് മറ്റാരെയും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിക്കി എന്നെ സ്നേഹിക്കണം. ആ പ്രാർത്ഥന മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ആ കൊമ്പ് രണ്ടായി ഒടിച്ചു. ഒന്നും സംഭവിച്ചില്ല. കാറ്റ് പോലും അനങ്ങിയില്ല. ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് ബിയർ അത് വെറുതെയാണെന്ന് കരുതി തല ഉയർത്തി. പക്ഷേ അതേ നിമിഷം വീടിൻ്റെ വാതിലിനരികിലെത്തിയിരുന്ന നിക്കി പെട്ടെന്ന് നിശ്ചലമായി. അവൾ വാതിൽ തുറന്നില്ല. പതിയെ തിരിഞ്ഞു. ശേഷം അവൾ അതിവേഗം ബിയറിൻ്റെ കാറിനടുത്തേക്ക് ഓടി വന്നു. ഒന്നും മനസ്സിലാകാതെ ബിയർ അവളെ നോക്കി. നീ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെവിടെ? കുറച്ചു നേരം മുമ്പ് അതിനെക്കുറിച്ച് യാതൊരു താല്പര്യവും കാണിക്കാതിരുന്ന നിക്കിയുടെ ഈ മാറ്റം ബിയറിനെ അമ്പരപ്പിച്ചു. അവൻ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു, അത് വീട്ടിൽ വെച്ച് ഞാൻ മറന്നുപോയി. ആ മറുപടി കേട്ടതും നിക്കി ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ നിന്റെ വീട്ടിലേക്ക് പോകാം. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിയർ ശരിക്കും ഞെട്ടി. കാരണം ഇതുവരെ നിക്കി അങ്ങനെ തന്നോട് പെരുമാറിയിട്ടില്ല. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നിക്കി വീണ്ടും സംസാരിച്ചു. അല്ലെങ്കിൽ വേണ്ട, നീ എൻ്റെ വീട്ടിലേക്ക് വാ. കുറച്ചു നേരം നമുക്കിരുന്ന് സംസാരിക്കാം. നിന്റെ പൂച്ച മരിച്ചു പോയതല്ലേ, നിനക്കിപ്പോൾ ഒരാളുടെ കൂട്ട് വേണം. അവളുടെ ശബ്ദത്തിൽ കരുതലുണ്ടായിരുന്നു. പക്ഷേ ആ കരുതലിനുള്ളിൽ എന്തോ അസ്വാഭാവികതയും ഉണ്ടായിരുന്നു. ബിയറിന് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു വിചിത്രമായ അസ്വസ്ഥത തോന്നി. അവൾ പെട്ടെന്ന് കാറിൻ്റെ വാതിൽ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തേക്ക് വന്നു. ബിയറിൻ്റെ സീറ്റ് ബെൽറ്റ് സ്വന്തമായി അഴിക്കാൻ തുടങ്ങി. വാ, സമയം കളയണ്ട, നമുക്ക് പോകാം. ആ നിമിഷം ബിയറിൻ്റെ ഉള്ളിലൂടെ ചെറിയൊരു ഭയം കടന്നുപോയി. പെട്ടെന്ന് സ്വന്തം പ്രവൃത്തി തിരിച്ചറിഞ്ഞതുപോലെ എനിക്ക് പെട്ടെന്ന് കൈവലിച്ചു. അവൾ രണ്ടടി പിന്നോട്ട് മാറി. കണ്ണുകളിൽ ആശയക്കുഴപ്പം.
ബിയർ, ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടിയത്? ഞാൻ എന്താ ഇത്ര വിചിത്രമായി പെരുമാറുന്നത്? അവളുടെ ശബ്ദത്തിൽ യഥാർത്ഥ ഭയമുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ കൂടുതൽ കുടിച്ചതുകൊണ്ടായിരിക്കാം. സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. ബിയർ ഒന്നും പറയാതെ അവളെ നോക്കി നിന്നു. എന്നാൽ ഏതാനും സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അടുത്ത നിമിഷം തന്നെ നിക്കിയുടെ സ്വഭാവം വീണ്ടും മാറി. അവൾ വീണ്ടും കാറിൻ്റെ മുൻവശത്തേക്ക് നടന്നു വന്നു. ബിയർ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. ബിയർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല, ഇന്ന് വേണ്ട, നാളെ നമുക്ക് ഷോപ്പിൽ കാണാം. പക്ഷേ എനിക്ക് പറഞ്ഞു, പറ്റില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഭയമാണ്. ഓരോ ദിവസവും എൻ്റെ അച്ഛൻ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഇരിക്കാനാവില്ല. ഇന്നൊരു ദിവസമെങ്കിലും എനിക്ക് ആ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിയറിൻ്റെ മനസ്സലിഞ്ഞു പോയി. അവൾ പറഞ്ഞ സത്യമാണെന്ന് അവൻ വിശ്വസിച്ചു. ഒടുവിൽ ശരി വാ എന്നൊരു വാക്ക് മാത്രം അവൻ പറഞ്ഞു.